ചേട്ടാ പലചരക്കടയിൽ പറ്റി ചോദിച്ചായിരുന്നു. ഇന്നും കൂടി പൈസ ചോദിച്ചയാളോ ഈ ആഴ്ച തരാന്ന് പറയാ പുള്ളിനോട്. പത്രക്കാരന്റെ പൈസ ഈ മാസം കൊടുത്തിട്ടില്ല. ശരി, എന്തായാലും ഈ ആഴ്ച പുള്ളിനോട് തരാന്ന് പറ. വെക്കേഷൻ ഇവർക്ക് എവിടെയോ പോണോന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പാർക്കിൽ പോയപ്പോഴേ പച്ചൂല വണ്ടർലേ തന്നെ വേണം, പിന്നെ ഐസ്ക്രീമും വേണം. എന്തായാലും ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വീട്ടിലേക്കല്ലേ, ഞാൻ എന്തായാലും ഒന്ന് പണിസ്ഥലത്ത് പോയിട്ട് വരാം. വാ നടക്ക്. ആ ചേട്ടൻ ഇവിടെ ഇരിക്കണായിരുന്നാ? നീ പണിക്ക് പോയില്ലടാ? ഇന്ന് പോയില്ല ചേട്ടാ, ആകെ പ്രശ്നവും. എന്താണ് ഇത്ര പ്രശ്നം? വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന്. അതിനൊക്കെ പണിയണ്ടല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താടാ ചേട്ടാ, ഞാനിപ്പോൾ പണിക്ക് പോണ സ്ഥലത്തുണ്ടല്ലോ. അതെ, 2 ലക്ഷം രൂപ തരാതെ ക്ലബിൽ അവന് മെമ്പർഷിപ്പ് കൊടുക്കൂല. ടോണി ഇത് പറഞ്ഞ് എന്നെ വിളിക്കണ്ട. ആ എഴുതി തീർന്നില്ലേ? 3-4 ദിവസം ആയല്ല. അല്ല, അത് സാറ് എക്സ്ട്രാ വർക്ക് പറഞ്ഞല്ലോ, അതുകൊണ്ട് 2 ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ 4ാമത്തെ ദിവസമായി. മറ്റു വില കുറക്കണം, പെട്ടെന്ന് തീർക്കാം സാറേ. ആ വേഗം തീർക്ക്. ടോണി ക്ലബിലുണ്ടാവോ? ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇവിടെ പണിക്കാരനെ കൊണ്ട് അപ്പൊ അതാണ് പ്രശ്നം. അതെ, അവൻ്റെ അടുത്ത് പൂത്ത പണം കൊണ്ടാ, അതിന്റെ തണ്ടാണ്. പണത്തിന്റെ തണ്ടാണ് ചേട്ടാ. അത് തന്നെയാണ്, പണമുള്ളവനല്ലേ നമ്മുടെ ഭാഗത്തൊക്കെ കുതിര കയറാൻ പറ്റുള്ളൂ. അതല്ല ചേട്ടാ, എനിക്കിപ്പോൾ അവനെ തകർക്കണം. ശരി, അവനെ തകർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ചേട്ടൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഒരു ഐഡിയ ഉണ്ട്. ഒടി വെച്ചാൽ ചേട്ടാ, ഈ ഓഡിയൻസ് സിനിമ കണ്ടിരുന്നാൽ മതിയാ? വേറെ എന്തെങ്കിലും ചേട്ടൻ പറ, വേറെ എന്തെങ്കിലും ഒരു ഐഡിയ പറ. ഒരു ഉഗ്ര സാധനമുണ്ട്, ഞാൻ എൻ്റെ കൺവട്ടത്ത് കണ്ടിട്ടില്ല. ആണോ? എന്താ? മുട്ടയിൽ കൂടോത്രം. ചേട്ടാ, ഈ 2K കാലം നടക്കുമോ അത്? എടാ, ഏത് 2Kനെ വീഴ്ത്താൻ അയാൾക്കടെ ഒറ്റ ആഭിചാരക്രിയ മതി. മുട്ടയിലൊരു പ്രയോഗം ഉണ്ട് പോനെ. അവനുണ്ടല്ല, ചോര തുപ്പ് നിന്റെ മുമ്പിൽ കിടന്ന്. എന്നാൽ അതിന് മതി ചേട്ടാ. സെറ്റല്ലേ? നീ പോയിക്കോ. ഞാൻ പോട്ടെ. ഞാൻ അയാളെ കണ്ടിട്ട് ആഭിചാരക്രിയ നടത്തി ഒരു മുട്ടയായിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ, നീ പോയിക്കോ. ഇതാണല്ലോ വീട്. അതെ. ഓ, ഇതാഴ്ചയും കാടമുട്ട മതിയായിരുന്നു. അതെന്താ? ഇതൊക്കെ സിമ്പിള് കേസല്ലേ? ഇതൊക്കെ വലിക്കൂ? വലിച്ചിരിക്കും, നമുക്കറിയില്ല. അതെ, സാറ് വരാൻ എന്തായാലും വൈകും. എല്ലാം കൊണ്ട് ഉത്തമമാണ്. നീ അവിടെ ഒരു കുഴിയെടുക്ക്. ഓക്കെ, ഇവിടെ മതിയല്ലേ? ആരും കാണുന്നില്ല അല്ലേ? ധൈര്യമായിട്ട് എടുത്തോ. അതെ, മുട്ട എടുക്കും. ആ വായിച്ച് കെട്ടി തന്നേക്കണേ. ഓക്കെ, മിണ്ടാതെ ഉരിയാടാൻ ചോദിച്ചിട്ടോ. ഓക്കെ. ശീലേട്ടാ, ഇനി എന്താ പരിപാടി? ഇനി ഒന്നുമില്ല. നിന്റെ ശത്രുവില്ലേ, ഇവിടുത്തെ മുതലാളി, അവരിതിൻ്റെ അപ്പുറത്തൊന്ന് കൊണ്ടുവരണം. പിന്നെ എല്ലാം കൂടോത്രം നോക്കിക്കോളും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. അപ്പം നമുക്ക് ആ സൈഡ് ഒന്ന് വർക്ക് ചെയ്യാം. ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും അവൻ ഇപ്പുറത്ത് കൊണ്ടുവരണം. ഇനി ഇപ്പുറം ചാടിക്കണം അല്ലേ? പിന്നെ ഞാൻ വലിയ പണിയൊന്നും എടുക്കൂലട്ടാ. മുതലാളി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കവച്ച് വെക്കല്ലേ, മറന്നു വരും. പ്രശ്നമാണ്. ആ സൈഡ് പണി, ആ സൈഡ്. ശരി. ഓഹാ, ഇത് പണിക്കാരനൊക്കെ ഉണ്ടല്ലോ. സാറേ, നടക്കട്ടെ. അതല്ല സാറേ, സാറ് വന്ന് നോക്ക് സാറേ. ആ കുഴപ്പമില്ല, എങ്ങനെ തീർത്താൽ മതിയെന്നേ. അതല്ല, സാറ് വന്ന് നോക്കിയാലോ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ്. സാറൊന്ന് വന്നത്. സാറേ, ഷില്ലേട്ടാ ഓക്കെ അല്ലേ? ഷില്ലേട്ടാ ഓക്കെ അല്ലേ? അല്ല, എല്ലാം ഓക്കെയാണ് സാറേ. എന്നാ പിന്നെ നടക്കട്ടെ. അതെ, ഇത് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തേക്ക് വരണം കേട്ടോ. നാളെ എൻ്റെ കൂട്ടുകാരായിട്ടൊരു പാർട്ടി ഉണ്ട്. അപ്പൊ നാളെ ഒരു വേസ്റ്റ് ഇടാനായിട്ട് ഒരു കുഴി എടുക്കണം. അപ്പൊ ഓക്കെ, അങ്ങോട്ട് വരണേ. ശരി ശരി. സാറേ, ഷില്ലേട്ടാ ഓക്കെ അല്ലേ? ഏറ്റി, ഇനി ഒന്നും പേടിക്കണ്ട. അവൻ ഇപ്പട്ട ചോര തുപ്പും. ഓക്കെ. പണിക്കാരോ, ചിക്കനും മട്ടനും കഴിക്കൂലേ? കഴിക്കൂലേ? കഴിക്കാം സാർ, കഴിക്കാം. എന്നാ പണി ഞാൻ എടുത്തോട്ടോ കേട്ടോ. എടാ,
അവൻ അടുക്കളയിൽ ചോറ് തുപ്പണം കാണണോ? കാണണം. വാ. എന്തേ കോഴി? ആ ഈ കോഴിയുടെ ഒക്കെ അപ്ഡേഷനെ കുഴി കുത്തി മുട്ടയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോണം. എന്താല്ലേ ചേട്ടനല്ലേ പറഞ്ഞത് വലിക്കുമെന്ന്. അങ്ങനെ വരാൻ വഴിയില്ല, ഞാൻ കണ്ണുകൊണ്ട് കണ്ടല്ല. എന്തേ വന്നില്ലേ? വരാൻ വാ, കേറുവാ. അയ്യോ എന്താ ശബ്ദം കേട്ടെ? അതെ കുഴപ്പമൊന്നുമില്ല, എന്റെ കൂടെ വന്ന് ചേട്ടൻ്റെ തലയിലേ ഒരു തേങ്ങ വീണതാ.